ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് സേമിയയും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമുക്ക് കറികളൊന്നും ഇല്ലാതെ തനിയെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാലയിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഞാനിതാ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര വലുപ്പമുള്ള സവാളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണായാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും, ഏകദേശം ഒരു 4-5 അല്ലി വെളുത്തുള്ളി കേട്ടോ. അത് വലുപ്പം നോക്കിയിട്ട് എടുക്കുക. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസും മതി. ഇനി ഈ ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ചോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നൈസായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലേ നമുക്കിത് സേമിയത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇത് കാണാൻ പാടില്ല സേമിയത്തിൽ നമുക്ക് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്, ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാതാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങനെ ഷെയ്ഡ് കളർ മാറി വരുന്നവരെ വറുത്തെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലൊന്നങ്ങ് വറുത്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല, നേരെ ഡബിളിലും കുറച്ച് അധികമായിട്ട് ഒഴിച്ചാൽ മതി. കാരണം സേമിയ നന്നായിട്ട് മുങ്ങിയിട്ട് അതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ, തിളപ്പിച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കട്ടെ, സേമിയത്തിൽ ചെറുതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ സേമിയ നന്നായിട്ട് വെന്തോളും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ടൈം ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേമിയം ഓവറായിട്ട് വെന്ത് ഉടഞ്ഞ് മൊത്തത്തിലൊരു കുഴഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ വേറിട്ട് നിൽക്കണം കേട്ടോ സേമിയ വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം 3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് വെള്ളത്തോടെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ വേറിട്ട് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സെയിം പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വേറെ പാത്രം എടുക്കാൻ നിൽക്കേണ്ട. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ 6 kg ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എണ്ണയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അല്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മതി. കാരണം ഓൾറെഡി നമ്മൾ സേമിയത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ, ഒരുപാട് കൂടിയാൽ ശരിയാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കട്ടെ. നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകയില്ലേ നമ്മുടെ ഫെനൽ സീഡ്സ് പൗഡർ അതും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും മാത്രം മതി കേട്ടോ പൊടികൾ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മുളക് പൊടി കാര്യങ്ങളൊക്കെ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകും കുരുമുളകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇടുക കേട്ടോ, എരിവൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. സോസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിന് പകരം കുറച്ച് തൈര് ചേർത്താലും മതി കേട്ടോ, നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാല ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മസാല ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചേച്ചെടുക്കുന്നത്. നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട നമ്മൾ വറവാക്കി എടുക്കില്ല, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് കൂടി, അതുപോലെ തന്നെ ഒരു 1-2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കേട്ടോ, 4-5 ഒക്കെ എടുക്കുക, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഈ ഒരു റെസിപ്പിയിലേക്ക്. മുട്ട അത്യാവശ്യം വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ 3 എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് വീണ്ടും ഒരു 2 മുട്ടയും കൂടി ചേർക്കും. അത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മിക്സ് ആക്കുന്ന സമയത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ 5-4 എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ആ ഒരു മസാലയിലും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇടുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ മസാല റെഡി ആയതിനു ശേഷം ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ സേമിയ വേവിച്ചെടുക്കണേ. ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സേമിയ നിങ്ങൾ പാനിലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം മുകളിൽ കുഴഞ്ഞിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ആ ഒരു പരുവം അങ്ങ് മാറി കിട്ടിക്കോളും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യട്ടെ, ഉപ്പ് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് സോസാണോ ഇഷ്ടമുള്ളത് അതൊക്കെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറും കൂടി വേണം. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. കാരണം നമ്മുടെ ആ ഒരു മസാലയുടെ ഫ്ലേവർ സേമിയത്തിലും കൂടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സേമിയ മുട്ട ബിരിയാണിയെന്നോ അല്ലെങ്കിൽ സേമിയ മുട്ട ഉപ്മാവ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീണ്ടും 2 മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കഴിക്കാനും അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സെപ്പറേറ്റ് മുട്ട ഇങ്ങനെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.